കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ മുഖ്യപ്രതിക്ക് CPM ബന്ധം. കൊട്ടേഷൻ നൽകിയ പങ്കജും CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ബാലചന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം ജനം ടിവിക്ക് ലഭിച്ചു. പ്രതി പങ്കജ് മേനോന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം TP വധക്കേസ് പ്രതി കൊടിസുനിക്കൊപ്പമുള്ളതാണ്. ഫേസ്ബുക്കിൽ പങ്കജിനെ ടാഗ് ചെയ്ത് കൊടിസുനിയെ അനുകൂലിച്ചുള്ള പോസ്റ്ററുകളും കാണാം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേർന്നു. മനോജ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ സന്തോഷിന്റെ കൊലപാതകത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് CPM ബന്ധമുണ്ടെന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ആ ചിത്രം തന്നെ കാണുമ്പോൾ മനസ്സിലാകും. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK രവീന്ദ്രനുമായി PK ബാലചന്ദ്രനുമായി ഈ പ്രതി ഒന്നിച്ചു നിൽക്കുന്നു. ആ ചിത്രം പങ്കജ് തന്നെയാണ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊടിസുനിയുടെ ചിത്രം, അതായത് കൊടിസുനിയും പങ്കജുമായി നിൽക്കുന്ന ചിത്രമാണ് ഈ പങ്കജ് മേനോന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ളത്. അതോടൊപ്പം ഈ കൊടിസുനിയെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളുമൊക്കെ കാണാം. എന്തായാലും ഈ പ്രതിക്ക് CPM ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതിൽ തന്നെ മറ്റ് ഗുണ്ടാ നേതാക്കളുമായും ഈ പങ്കജിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം, അതായത് 27-ാം തീയതി പുലർച്ചെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഈ പ്രതികളൊക്കെയും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പൻ എന്നുള്ള പ്രതി ഉൾപ്പെടെ 5 പേരെ. ഇനിയും പങ്കജും അതുലും ഉൾപ്പെടെയുള്ള മുഖ്യ പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരൊക്കെ തന്നെ മറ്റ് ജില്ലകളിൽ പോയിട്ടുണ്ട്. ഈ കൃത്യത്തിന് ശേഷം ഈ സ്ഥലത്തു നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചിത്രങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, കരുനാഗപ്പള്ളിയിലെ CPMന്റെ വിഭാഗീയതയിൽ ഉയർന്നു വന്ന കാരണങ്ങളിൽ ഒന്ന് ഇതുകൂടെയാണ്. അതായത് ഈ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ ഈ പ്രതിയുമായി നിൽക്കുന്ന ചിത്രം അത് പ്ലക്കാർഡുകളിൽ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഈ CPMന്റെ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ കാപ്പ കേസ് പ്രതിയും ഗുണ്ടാത്തലവനുമായിട്ടുള്ള പങ്കജുമായി എന്താണ് ഇദ്ദേഹത്തിന് ബന്ധമുള്ളത് എന്നുള്ള കാര്യം. അത്തരത്തിലുള്ള ബന്ധം യജമാനാണോ, പങ്കജിന്റെ യജമാനാണോ ഈ നേതാവ് എന്നുള്ള കാര്യമാണ് ഈ പ്രവർത്തകരടക്കം ചോദിച്ചത്. എന്തായാലും അത്തരത്തിൽ CPMന്റെ നേതാക്കളോടക്കം ബന്ധമുള്ള ഒരു പ്രതിയാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ രാജപ്പനടക്കമുള്ള പ്രതികൾ പിടിയിലായത്. ഇതിൽ പിടിയിലായിട്ടുള്ള കുക്കു എന്ന വ്യക്തിയുടെ വീട്ടിൽ വെച്ചാണ് ഇവർ ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിയതെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഈ പങ്കജും ഈ കൊല്ലപ്പെട്ട സന്തോഷുമായി നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇരു സംഘങ്ങൾ തമ്മിലുള്ള പക തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ പങ്കജിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ തലവൻ എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം തന്നെ പാർട്ടി ബന്ധവും ഇയാൾക്കുണ്ടായിരുന്നു. പാർട്ടിയുടെ പിന്തുണ എവിടെയെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ ഇനിയും പിടിയിലാവാനുണ്ട്. ഇവർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ മുഖ്യപ്രതിക്ക് CPM ബന്ധം. കൊട്ടേഷൻ നൽകിയ പങ്കജും CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ബാലചന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും മനോജ്.